ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ മുതൽ മത്സരാർത്ഥിയായ നെവിന്റെ സെക്ഷ്വാലിറ്റി എന്താണെന്നതിനെക്കുറിച്ച് ഹൌസിനകത്തും പുറത്തും ചർച്ചകൾ നടന്നിരുന്നു. വിഷയത്തിൽ നെവിൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴിതാ വിഷയത്തിൽ തന്റെ കാഴ്ചപ്പാട് 1-2 ടോക്സിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജുമാർ പങ്കുവച്ചു. സമൂഹത്തിലേക്ക് നോക്കിയാൽ സ്ത്രൈണത സ്വഭാവമുള്ള പുരുഷന്മാരെ നമുക്ക് കാണാം. അവർ നടന്നു പോകുന്നത് ഒരു പ്രത്യേക താളത്തിലായിരിക്കും, സംസാരിക്കുന്നതും പ്രത്യേക രീതിയിലായിരിക്കും എന്നു കരുതി അവരുടെ സെക്ഷ്വാലിറ്റി ഒരിക്കലും ഒരു ആണിനോട് ആയിരിക്കില്ല, പെണ്ണിനോട് തന്നെയായിരിക്കും. അവരുടെ ജെൻഡറും പുരുഷൻ എന്നത് തന്നെയായിരിക്കും. കാഴ്ചയിലും മറ്റും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവർ എന്ന് വെളിപ്പെടുത്തുന്നോ അന്ന് മനസ്സിലാക്കുക എന്നത് മാത്രം. അതുപോലെ തന്നെ മിഥ്യാധാരണകൾ വരുത്തുന്ന ഒരുപാട് പ്ലസുകൾ LGBTQ-നൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. പ്ലസുകൾ വരുന്നത് സ്വിസ് ജെൻഡേഴ്സിലാണ്. അവർ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. ടിയിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം ഉൾപ്പെടുന്നത്. സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് വുമൻസ് എപ്പോഴും അവരുടെ ഹോർമോൺ തെറാപ്പികളും സ്കിൻ ട്രീറ്റ്മെന്റുകളും എല്ലാം ചെയ്യും. അവരുടെ സ്ത്രീ സങ്കല്പത്തിന് അനുസരിച്ച് മാറാനാണ് ശ്രമിക്കുന്നത്. അതിനായി ഭീമമായ ചെലവുകൾ വഹിച്ച് സർജറികൾ ചെയ്യും, ട്രാൻസ്പ്ലാന്റേഷനും നടത്തും. രഞ്ജുമാർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ജാസി ഡൗൺ സർജറി ചെയ്യാതെ സ്ത്രീവേഷം ധരിച്ച് നടക്കുന്നതിനെതിരെയും രഞ്ജുമാർ പ്രതികരിച്ചു. സർജറി ചെയ്യാത്തവർ സമൂഹത്തിൽ ഇത്തരത്തിൽ ജീവിച്ചാൽ സർജറി ചെയ്തവരുടെ കാര്യത്തിലും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുമെന്നും രഞ്ജുമാർ പറയുന്നു. അതുപോലെ ട്രാൻസ്ജെൻഡറായി നിൽക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവർ സർജറികൾ ചെയ്യുന്നില്ല, പക്ഷേ സ്ത്രീകളെ പോലെ ഒരുങ്ങി നടക്കും. സ്കിൻ ലേസർ ചികിത്സ വരെ ചെയ്യും. അവിടെയാണ് ആളുകൾക്ക് പ്രശ്നം വരുന്നതെന്നും അതും സംസാരമുണ്ടാകുന്നതും. ഇവർ അങ്ങനെയാണല്ലോ, ഇവർ ഇങ്ങനെയാണല്ലോ എന്ന തോന്നൽ വരും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. എന്നെ മനുഷ്യനായി കണ്ടാൽ മതിയെന്ന് പറയുന്നവരാണ് മറ്റവർ. എന്നെ ഒരു സ്ത്രീയായി കണ്ടുകൂടെ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. കാരണം ഞാൻ അതിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വേദന സഹിച്ച് ബോഡി ഫിറ്റാക്കി ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്റെ അപ്പിയറൻസ് മാറ്റേണ്ട കാര്യമില്ലല്ലോ. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ പാസ്പോർട്ടിൽ കൊടുത്ത ജെൻഡറായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ റിജക്ട് ചെയ്ത് നാട് കടത്തും. കേരളം ഫ്രണ്ട്ലി ആയതുകൊണ്ട് സ്ത്രീകളോടൊപ്പം നടക്കുന്നു, ഇരിക്കുന്നു, ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു. ഒരാൾ പ്രതികരിച്ചാൽ മതി. സർജറി ചെയ്യാത്ത ട്രാൻസ് പേഴ്സൺ ലേഡീസ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ മതി. ഇതൊരു ആറ്റം ബോംബായി പൊട്ടിത്തെറിക്കും. സർജറി ചെയ്യാൻ ഭയമാണെങ്കിൽ ഹൂ ആം ഐ എന്നതിലേക്ക് ജീവിക്കുക. സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചുവെന്നതിന്റെ പേരിൽ സ്ത്രീകളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം വന്നാൽ അത് അനുസരിക്കേണ്ടി വരില്ലേ? ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്രീഡം ആസ്വദിച്ചാണ് സ്ത്രീകളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. നിർബന്ധിച്ച് സർജറി ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. സർജറി ചെയ്തില്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് പറയരുത്. അങ്ങനെ ചെയ്താൽ സർജറി ചെയ്തവരുടെ കാര്യത്തിലും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുമെന്നാണ് രഞ്ജുമാർ പറയുന്നത്.